I'm going to try this. എന്താവും ഗൈസ് നമ്മളിതാ ഒരു കൊറിയൻ ന്യൂഡിൽസ് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണേ. ഭയങ്കര ഹോട്ട് ആൻഡ് സ്പൈസി ആണ്, ചിക്കൻ ഫ്ലേവറാണ് കേട്ടോ. ഇത് നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ സാഷറ്റ് പോലെ ഇങ്ങനത്തെ പാക്കറ്റ്സ്, ഇങ്ങനത്തെ പാക്കറ്റ്സിലാണ്. അത് എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഒരെണ്ണം ഞാൻ പൊട്ടിച്ചതാ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിപ്പോൾ ഒരു 5-6 ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ മൊത്തം എടുത്ത് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ നൂഡിൽസ് ഉണ്ട്, പിന്നെ ഒരു ടേസ്റ്റ് മേക്കർ ഉണ്ട്, പിന്നെ ഉള്ളത് ഇതാ ഈ ഒരു സംഭവം. ഇതൊരു ഓയിലാണ്, സീസണിങ് ഓയിലാണ്. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സീസണിങ് ഓയിൽ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് സ്പൈസി കൂടാൻ സാധ്യതയുള്ള സംഭവമാണ്. ആക്ച്വലി ഞങ്ങൾ ഒരിക്കൽ ഇതുപോലെ ഈ ഒരു സംഭവം ഒരു കൊറിയൻ നൂഡിൽസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ എരിഞ്ഞ് അമ്മേ ഭയങ്കര എരിവായിരുന്നു. സംഗതി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. അപ്പോൾ അതാ നല്ല ഇത് നൂഡിൽസിനൊക്കെ കുറച്ചും കൂടി നല്ല എന്താ പറയുക വണ്ണുണ്ട്. ഐ മീൻ ഇത് കണ്ടില്ല, തിക്നെസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. 2 കപ്പ് വെള്ളം വേണ്ടി വന്നു ഈ ഒരു പാക്കറ്റ് നൂഡിൽസ് കുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിൽ ഞാൻ ടേസ്റ്റ് മേക്കർ ഇട്ടിട്ടുണ്ട്. ഓയിൽ സീസണിങ് ഓയിൽ ചേർത്തിട്ടില്ല, പക്ഷേ സീസണിങ് ടേസ്റ്റ് മേക്കർ ഇതിൽ ചേർത്ത്. ടേസ്റ്റ് മേക്കറിൻ്റെ കവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ, ഇത് ടേസ്റ്റ് മേക്കറാണ്. ഓക്കെ, ടേസ്റ്റ് മേക്കറും ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാം. നൂഡിൽസ് കുക്ക് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മീതയ്ക്ക് എന്താ പറയുക ആ ഒരു ടേസ്റ്റ് മേക്കറും ഓയിലും മിക്സ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ അതിലേക്ക് ടേസ്റ്റ് മേക്കർ ഇട്ടു, പൊടി ഇട്ടു. ഓക്കെ, എന്നിട്ട് നൂഡിൽസ് ഇട്ട് കുക്ക് ആക്കുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഓയിൽ ചേർക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്, അത് കുറച്ചും കൂടി സ്പൈസി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ അവർക്ക് അത്ര സ്പൈസി ചിലപ്പോൾ താല്പര്യമുണ്ടല്ലോ. അപ്പോൾ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, ഫുൾ പാക്കറ്റ് മൊത്തം കൊണ്ട് ചേർക്കണ്ട. ഓക്കെ, അപ്പോൾ അതാണ് ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ജാതിക്കയാണ് കേട്ടോ. ജാതിക്ക ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, കാരണം മഴയല്ലേ. അപ്പോൾ അത് തന്നെ പുറത്ത് ഉണങ്ങുന്നില്ല. അപ്പോൾ കുറച്ചൊക്കെ നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചൂട് തട്ടി കുറച്ചൊക്കെ ഇങ്ങനെ ഉണങ്ങും. അതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അതാണ് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൊറിയൻ നൂഡിൽസ്. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സീസണിങ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, അത് അനുവിന് വേണമെന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്കുണ്ടാക്കാൻ. ഞാൻ എന്തായാലും എനിക്കിത്തിരി സ്പൈസി ഇഷ്ടമുള്ളതുകൊണ്ട്, ഇത് സ്പൈസി ആണെങ്കിലും നമുക്ക് എന്താ പറയുക ഇത്തിരി വല്ലാത്ത സ്പൈസി തന്നെയാണ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക കഴിക്കണ്ടെന്ന് തോന്നുന്നു, അതുപോലത്തെ എരിവായിരിക്കും ആണ് എൻ്റെ. ഓക്കെ, അപ്പോൾ ഈ സംഭവം നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ വെജ് ഇതുണ്ട്, അതായത് ഇത് ചിക്കൻ ഫ്ലേവറാണ്, വെജ് ഫ്ലേവറുണ്ട്. ഓക്കെ, ഹോട്ട് ആൻഡ് സ്പൈസി കൊറിയൻ ചിക്കൻ ഫ്ലേവർ 5 5 in 1 പാക്കാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇവിടെ ഈ സൈഡിൽ ഈ സൈഡിൽ എങ്ങനെയാണ് അത് തയ്യാറാക്കണേ എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സംതിങ് ലൈക്ക് എത്രയാ 245 240 അങ്ങനെയാണ് എൻ്റെ പ്രൈസ് വേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമ്മുടെ കൊറിയൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നൂഡിൽസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സംഭവം, ഇത് പൊടിയാണ്, പിന്നെ ഇത് ഓയിലാണ്. ഇവിടെ ഒരാൾ ഇരിഞ്ഞിരിഞ്ഞിരിതായിട്ടിട്ട് ഞാൻ അനുവിന് ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ നൂഡിൽസിൽ
ഈ ഒരു സംഭവം പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ പോകും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് സംഭവം ഈ ഒരു പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകും. എങ്ങനെയുണ്ടാവും? അയ്യോ മൊത്തം അടയല്ലേ അടയാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ഓ സീ ദ കളർ. നന്നായിട്ട് മിക്സ് ആക്കാം. പിന്നെ ഇത് ഓയിലുണ്ട്, ഒരു സീസണിങ് ഓയിലുണ്ട്. അതിൻ്റെ അതെവിടെയാണ് സീസർ എടുത്തിട്ടുണ്ട്. ഇത് നല്ല നല്ല സ്പൈസി തന്നെയാണ്. അത് സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സ്പൈസി. സ്പൈസി നന്നായിട്ട് സ്പ്രെഡ് ഈ സാധനം ഇതും ഫുൾ ആഡ് ചെയ്യാമല്ലോ. നോക്കാം എന്താവും സ്ഥിതി എന്നുള്ള. ഇതും കോറ് ഇത് വയ്ക്കുന്നില്ല. കോറിന് ഓയിലത് ചോര പോലെ ഉണ്ട് എൻ്റെ കളറ് കേട്ടാ. സോസ് നമ്മളിത് ഫുള്ളും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇതെടുത്തേ ടിഷ്യൂ എന്തെങ്കിലും. ഞാനൊന്ന് ഹാൻഡിൽ വാഷ് ചെയ്തതിന് നമ്മുടെ ഇതിൽ ഫുള്ളും ഞാൻ ഓയിൽ ഇതൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനൊന്ന് വാഷ് ചെയ്ത് അല്ലെങ്കിൽ ടിഷ്യൂ ഇത് നന്നായിട്ട് ഇതാ എല്ലാം കൂടി. ഓ ഇത് കളർ ലുക്ക് അറ്റ് ദിസ് കളർ. ഇതാണ് ഫുൾ റെഡ്. സീ ദിസ് ഗൈസ്. ഇതെങ്ങനെ ഞാൻ കഴിക്കും? അവേ ആലോചിക്കുമ്പോഴേക്ക് പേടിയാണ്. വേണ്ട മയോണൈസ് ഇല്ലാണ്ട്. ഇത് നമ്മൾ ചലഞ്ച്. ദിസ് ഇസ് കൊറിയൻ ന്യൂഡിൽസിൻ്റെ ചലഞ്ചാണ്. ഹോട്ട് ആൻഡ് സ്പൈസി ചിക്കൻ ഫ്ലേവർ. ഞാനൊരു കാര്യം ഇടയിൽ വേറെ സംഭവം ഇത് വീഴാത്ത മസാല മൊത്തം ഈ ഇതുമയാണ്. ഓക്കെ ഗായ്സ്, സോ ഐ എം ഗോയിങ് ടു ട്രൈ ദിസ്. ഓക്കെ ഇത് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ. നല്ല എരിവുള്ള സാധനമാണ്. ഐ എം ഗോയിങ് ടു ട്രൈ ദിസ്. എന്താവും? വെരി ഗുഡ്. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. സ്പൈസി. ഇത് കുറച്ച് കഴിച്ചോളൂ. ഇത് കണ്ടിന്യൂസ് കഴിക്കുമ്പോഴായിരിക്കും എൻ്റെ മനസ്സിലായി. നെക്സ്റ്റ് ഇവിടെ ഇറങ്ങി പോകണമെന്നൊക്കെ എനിക്ക് അറിയുന്നുട്ടാ. അയാ എരിയണു. കുറച്ച് നേരം തൊണ്ടാനെടുക്കും ചിലപ്പോൾ. മുമ്പേ കഴിഞ്ഞു. നല്ല വരുവുണ്ട്. ഐസ് എടുക്കട്ടെ? വേണ്ട. എന്തേ ചുമ്മാ പറയല. നല്ല എരിവുണ്ട്. നല്ല എരിവുണ്ട് ഗൈസ്. ഓ നല്ല എരിവുണ്ട്. പോയണ്ടേ ഇതല്ലേ. എന്നാലും ടേസ്റ്റ് ഉണ്ടാവാനും ഞാനിത് കഴിക്കും. സംഭവം അടിപൊളി കേട്ടോ. കുട്ടികൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ഇത്രയും സ്പൈസി പറ്റില്ല.
സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക്, നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു കൊറിയൻ നൂഡിൽസാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് സ്പൈസി ഇഷ്ടമാണ്, പക്ഷെ ഇത് കുഴപ്പമില്ല, ടേസ്റ്റ് കൊണ്ട് നമുക്കിങ്ങനെ കഴിക്കാം. എനിക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയോ എരിയുന്നുണ്ട് വയറിലേക്ക്. എന്താ സോ ഗൈസ്, വീണ്ടും ഞാൻ കഴിക്കാൻ പോവാണേ. കുറച്ചുകൂടി ഉണ്ട്. കളറുണ്ടോ? യു സീ ദിസ് കളർ? ഓ മൈ ഗോഡ്, അത് ക്യാമറയിൽ എത്രത്തോളം അതിൻ്റെ കളറുണ്ട്, ശരിക്കും റെഡായിട്ടുണ്ട്. സോ ചില്ലിയുടെ കളറുണ്ട്, ഇതിനൊക്കെ നല്ല ഓറഞ്ച് കളർ. എന്തായാലും അടിപൊളിയാണ് സംഭവം, നല്ല അടിപൊളി സാധനമാണ്, എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് നൂഡിൽസ് മാത്രമായിട്ട് ആ ഒരു നൂഡിൽസ് വെറുതെ വേവിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ ഒരു ഫ്ലേവർ ചേർക്കണമെന്ന് കുഴപ്പമില്ല കുറച്ച്, പക്ഷേ എന്നാലും നല്ല സ്പൈസിയാണ്, അതുകൊണ്ട് അവർക്കത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. വലിയവർക്ക് ഇഷ്ടപ്പെടും, സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക്. ഓക്കെ, ഒന്നുകൂടി പറയുകയാണ്, സ്പൈസി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ എല്ലാം ഫുൾ ആഡ് ചെയ്യാം. ടേസ്റ്റ് മേക്കറും നല്ല സ്പൈസിയാണ്, അതുപോലെ ഓയിലും നല്ല ചില്ലിയാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. തൊട്ടടുത്ത് എന്തെങ്കിലും ഐസ്ക്രീമോ തണുത്ത എന്തെങ്കിലും ഡ്രിങ്ക്സ് വെക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അത് ഇടയിലൊന്ന് സിപ്പ് ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കാം, മേ ബി. കാരണം ഒരു ആശ്വാസത്തിൽ പൊന്നേ തിരിഞ്ഞു കഴിയുമ്പോഴും നിർത്തുകൊണ്ടിയാണ്. നൈസ്. സോ എല്ലാവരും ട്രൈ ചെയ്ത്, ഒരു പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കൊറിയൻ നൂഡിൽസ്. ഓക്കെ, നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. അത് ചിക്കൻ ഫ്ലേവറാണ്, വെജിൻ്റെ ഫ്ലേവറുണ്ട്. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ഒരാൾ എരിഞ്ഞിരിഞ്ഞ് എരിഞ്ഞ് നല്ല ബിസ്ക്കറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെ. സ്പൈസി ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷേ ഐ എം ഓക്കെ. സോ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ. അയ്യോ വെള്ളം നല്ല ഐസ് അല്ലെങ്കിൽ വല്ല നല്ല തണുത്ത കോളൊക്കെ കുടിക്കാൻ വേണമെങ്കിൽ. പക്ഷെ അന്ന് എനിക്ക് ഇത്രയും കഴിക്കാൻ പറ്റിയില്ല, ഇന്നാണ് ഞാൻ ഇപ്പോൾ കഴിച്ചത്. അയ്മേ വെള്ളം കുടിച്ച് വേണ്ടേ.